സ്വപ്നം. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വാനമേഘത്തിൽ നിന്നും ഒരു പ്രകാശഗോളം ഇറങ്ങി വന്ന് അതെൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ആകാശത്തു നിന്നും ഒരു അശരീരി ഉണ്ടായി. മകളെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്നെ അനുഗമിക്കുക. പെട്ടെന്ന് ആ പ്രകാശഗോളം അപ്രത്യക്ഷമായി. ഉടൻ ഒരു മഞ്ചൽ എൻ്റെ അടുത്തെത്തി 2 പരിചാരകർ എന്നെ അതിൽ കയറ്റി മുന്നോട്ട് നീങ്ങി. ഒരു സ്വർണ്ണ കൊട്ടാരത്തിൽ അത് ചെന്ന് നിന്നു. പട്ടുമെത്തയിൽ അവരെന്നെ കിടത്തി. എങ്ങും മോഹത, സസ്യലതാദികളില്ല, പരിചാരകരല്ലാതെ മറ്റു മനുഷ്യരില്ല. എവിടെയും സ്വർണ്ണത്തിളക്കം, നിറഞ്ഞ പ്രകാശം. രാവും പകലും മാറി മാറി വന്നത് ഞാൻ അറിഞ്ഞില്ല. കുടുംബത്തെ ഒച്ചയും ബഹളവുമില്ല. അമ്മേ, എൻ്റെ ഷർട്ട് എന്തിയേ? അമ്മേ, എൻ്റെ വാട്ടർ ബോട്ടിൽ? അങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം അമ്മേ അമ്മേ എന്നുള്ള അച്ചുവിൻ്റെയും ഉണ്ണിമോളുടെയും വിളിയും പരിഭവങ്ങളും എല്ലാം എനിക്ക് വല്ലാതെ മിസ് ചെയ്തു. കുടുംബത്തിലേക്ക് ഓടിയെത്താൻ എൻ്റെ മനസ്സ് വല്ലാതെ കുതിച്ചു. തൽക്ഷണം ആ പ്രകാശഗോളം വീണ്ടും എൻ്റെ അടുത്തെത്തി. ഒപ്പം ഒരശരീരിയും. മകളെ, നിനക്ക് ഞാൻ 2 വരങ്ങൾ നൽകാം. അതിലൊന്ന് നീ തിരഞ്ഞെടുക്കണം. നിനക്ക് യാതൊരു അലച്ചിലുമില്ലാതെ ഈ സ്വർണ്ണ കൊട്ടാരത്തിൽ സുഖമായി കഴിയാം. നിൻ്റെ എല്ലാ കാര്യങ്ങളും പരിചാരകർ നോക്കും. 2, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അവിടെ നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെ കാത്തിരിക്കുന്നു. ഇത് പറഞ്ഞ് ആ പ്രകാശഗോളം അപ്രത്യക്ഷമായി. ഞാൻ സ്വപ്നത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ഓരോ ദിവസവും ഓരോ സ്വപ്നം. ജീവിതം തന്നെ ഒരു സ്വപ്നമല്ലേ? നമ്മെ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ സ്വപ്നങ്ങളല്ലേ?